നീതി പറയും കേട്ടിട്ടൊരു സിനിമാ കഥ പോലെയുണ്ട്. എന്നാലും എൻ്റെ വീട്ടുകാർ ഇത്ര ക്രൂരന്മാരാണെന്ന് ഞാൻ കരുതിയില്ല. സുഭാഷ് പറയും നമ്മളവരെ വിശ്വസിച്ചു പോയി, അതുകൊണ്ടല്ലേ. സുധീഷ് പറയും എനിക്കറിയായിരുന്നു അവരെന്തെങ്കിലും ചെയ്യുമെന്ന്. 7 ദിവസം കൊണ്ട് നിധിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. നിധിക്കും പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ തക്കലയിലെത്തി? സുധി പറയും ഞാൻ വരുന്നതിന് മുന്നേ ഇക്കാര്യങ്ങളൊക്കെ ഹരീഷിനോട് പറഞ്ഞിരുന്നു. ഞാനവിടെ പെട്ടുപോയാ സത്യം അറിയുന്ന ഒരാളെങ്കിലും വേണ്ടേ. നിധിക്കും കുറേ അടിയൊക്കെ കൊണ്ടല്ലേ. സുധി പറയും അടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1.5 അടിയായിരുന്നു. അരുണടിച്ച കാര്യമൊക്കെ പറയും. ആ തിരിച്ചടിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടും. നിധി പിന്നെയും സുധിയോട് സോറി പറയാണ്. സുധി വരും സോറി പറഞ്ഞു കഴിഞ്ഞെങ്കിലേ വണ്ടി ഒന്ന് എടുത്തോട്ടെ, ഒന്ന് കിടക്കാനുള്ളതാ, ഇന്നലെ രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. സുഭാഷ് പറയടാ നിനക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നീ പിറകിലോട്ടിരുന്നോ, വണ്ടി ഞാൻ എടുക്കാം. കാറ് വീട്ടിലോട്ടെത്തുമ്പോൾ കൊലായിൽ തന്നെ അച്ഛനുണ്ടാവും. ഹരീഷും അവരുടെ കൂടെ തന്നെ അവിടെ എത്തും. സുഭാഷ് അച്ഛനോടേക്കും എന്തെങ്കിലും കഴിച്ചോ? അച്ഛൻ പറയും നീ ഇവിടെ മട്ടൻ ചാപ്സ് ഉണ്ടാക്കി വെച്ചല്ലേ കഴിക്കാൻ. അവർ കയറിപ്പോകുമ്പോൾ അച്ഛൻ പറയും ആ മനുഷ്യനാകെ ടെൻഷനായിട്ട് നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ കഴിക്കുക. ഉള്ളിലെത്തി കഴിയുമ്പോൾ നികേഷ് പറയും ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ. സുധീഷ് പറയും നീ അച്ഛനെ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. ഹരീഷ് പറയും സുധീഷ് ചേട്ടാ നിങ്ങളുടെ അമ്മായിയപ്പൻ പക്കാ ക്രിമിനലാ. സുധി പറയും അതെനിക്കറിയാം, ഞാൻ പിന്നെ നിധിക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ച് പറയാതിരുന്നാ. സുഭാഷ് പറയും ആ വീട്ടിലെല്ലാവരും നീ പണം കട്ടുമെന്ന് പറഞ്ഞപ്പോൾ നിധി മാത്രമാ നിന്നെ വിശ്വസിച്ചത്. ആ സമയത്ത് നിധി അങ്ങോട്ട് വരും. നിധി ചോദിക്കും എന്താ എന്നെക്കുറിച്ച് പറയുന്നത്? അവർ പറയും ഹേയ് ഒന്നുമില്ല. സുഭാഷ് പറയും മോള് മാത്രമാ ഇവൻ പണം കട്ടിട്ടില്ലെന്ന് വിശ്വസിച്ചത്. നിധി പറയും ഇവരെയൊക്കെ സുഭാഷ് ഏട്ടനല്ലേ വളർത്തിയത്, ഇവർ കക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. സുധീർ ഓ അപ്പോഴും ക്രെഡിറ്റ് സുഭാഷ് ഏട്ടന്, എന്നെ അങ്ങ് കൊല്ല്. അതിൽ ശരിക്കും സ്വർണ്ണമായിരുന്നോ അതോ വെറുതെ ഡമ്മി വെച്ചതാണോ? നിധി പറയും അത് ശരിക്കും സ്വർണം തന്നെ, ഇടയ്ക്ക് ഇങ്ങനത്തെ ഡീല് നടത്താറുണ്ടെന്ന് ഏടത്തി പറയാറുണ്ട്. സുധി പറയും അതിൽ നിന്നൊരു ഗോൾഡ് എടുത്താലോന്ന് ഞാൻ വിചാരിച്ചതാ. നികേഷ് പറയും ഓ സുഭാഷ് ഏട്ടൻ്റെ മാനം രക്ഷപ്പെട്ടു. നിധി പറയും എനിക്ക് ഇങ്ങനത്തെ ഒരു ഏട്ടൻ ഇല്ലാത്തതുകൊണ്ടാവും അവിടുന്ന് ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. നിധി പറയും ഞാൻ ഇപ്പോൾ വരാം. സുധീഷ് പറയും എന്താവും, ചിലപ്പോൾ കുപ്പിയാവൂ. നികേഷ് പറയും ചിലപ്പോൾ ഗോൾഡായിരിക്കും. നിധി അങ്ങോട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കും. നിധിയുടെ ഐഡിയും ആധാർ കാർഡും ഒക്കെയാണ്. നിധി പറയും ഇനി ഇതില്ലാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവണ്ട അല്ലേ സുധീഷേ? സുധീഷ് ഒരു താല്പര്യമില്ലാതെ അതേന്ന് പറയും. ആ സമയത്ത് നിധിയുടെ വീട്ടിൽ നിന്ന് ഗുണ്ട കാറെടുക്കാൻ വേണ്ടി സുധിയുടെ വീട്ടിലേക്ക് വരികയാണ്. നികേഷ് ഇത് കാണുമ്പോൾ സുധീഷ് ഏട്ടാന്ന് വിളിക്കും. സുധീഷ് പുറത്ത് വന്നിട്ട് ചോദിക്കും എന്താടാ? അയാൾ പറയും ഞാൻ കാറെടുക്കാൻ വന്നതാ. ഈ സമയത്താണോടാ കാറെടുക്കാൻ വരുന്നത്? ഈ കാറ് ഞാനിവിടെ ഇട്ട് അങ്ങ് കത്തിച്ചാലോ? അയാൾ പറയും വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, ഞാനൊരു കച്ചറയ്ക്ക് വന്നതല്ല. നിധി അകത്തുനിന്ന് വേഗം ചാവി എടുത്തിട്ട് അയാൾക്ക് ഇട്ട് കൊടുക്കും. അയാൾ കാറ് ചുറ്റും പോയിട്ടൊന്ന് നോക്കും. സുധീഷ് ചോദിക്കും എന്താടാ വല്ല സ്ക്രാച്ചും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണോ? ഒരു കല്ലെടുത്ത് അതിലേക്ക് എറിയാൻ നോക്കുമ്പോൾ അയാൾ പറയും അയ്യോ ചെയ്യല്ലേ. നിധി പറയും നിങ്ങളെ മുതലാളിയെ പോലെ പ്ലാൻ ചെയ്ത് ഞങ്ങളൊന്നും ചെയ്യാറില്ലെന്നൊന്നും പറഞ്ഞേക്ക്. അതും പറഞ്ഞ് നിധി അകത്തേക്ക് പോകും. ഗുണ്ടാണെങ്കിൽ വണ്ടി എടുത്ത് പോകും. സുധീഷ് നികേഷിനോട് പറയും അവൾ കണ്ടില്ലേ എനിക്ക് വേണ്ടി അവളുടെ വീട്ടുകാരെ വരെ തള്ളി പറഞ്ഞത്, പതിയെ പതിയെ അതിനിയൊരു പ്രണയമാകും, അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങും, അതുറപ്പാ. നികേഷ് പറയും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിന് ശേഷം പ്രേമിച്ച് ജീവിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് പ്രേമം കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. സുധീഷ് ഏട്ടാ നിങ്ങൾ വേറെ ലെവലാട്ടോ. സുധീഷ് പറയും താങ്ക് യു വെരി മച്ച്. രാവിലെ സുഭാഷ് ജോലിക്ക് പോകാൻ റെഡിയാകുമ്പോൾ നികേഷ് എണീറ്റിട്ടുണ്ടാവില്ല. സുഭാഷ് നികേഷിനെ തട്ടിയിട്ട് പറയും ഏട്ടാ എണീക്ക്, കോളേജിൽ പോകണ്ടേ. നികേഷ് ആണെങ്കിൽ ഇനിയും കിടക്കുകയാണ്. സുഭാഷ് തൊട്ട് നോക്കിയിട്ട് പറയും നല്ല ചൂടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഞാൻ ഇന്ന് ലീവ് എടുക്കാം. നിധി നികേഷിനെ തൊട്ട് നോക്കിയിട്ട് പറയും ആ നല്ല ചൂടുണ്ട്, നികേഷ് എന്തെങ്കിലും മെഡിസിൻ വേണോ? സുഭാഷിനോട് പറയും സുഭാഷ് ഏട്ടൻ വെറുതെ ലീവ് എടുക്കണ്ട, ഇവിടെ ഞാനുണ്ടല്ലോ. നിധി സുഭാഷിനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. സുധീഷ് പറയും എന്നാൽ ഞാനിവിടെ നിൽക്കാം, നികേഷിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? എനിക്കാണെങ്കിൽ അടി കൊണ്ടിട്ട് കാലൊക്കെ നല്ല വേദനയുണ്ട്, തീരെ വയ്യ. നിധി പറയുകയാണോ എന്നാൽ നിങ്ങളിവിടെ നിന്നോ, ഞാൻ ടൗണിലൊക്കെ ഒന്ന് പോയി വരാം. അത് കേൾക്കുമ്പോൾ സുധി പറയും അയ്യോ എന്നാൽ ഞാനിവിടെ വരാം. നിധി പറയും അപ്പോൾ ഇവിടെ നികേഷ് ഒറ്റയ്ക്കാവില്ലേ? സുധി പറയും എന്നാൽ ഞാൻ ജോലിക്ക് പോവാം, വയ്യ എങ്കിലും പണം വേണ്ടേ. നിധി പറയാ അതാ നല്ലത്. ഹരീഷ് ഷോപ്പിലേക്ക് വരുമ്പോൾ കൂടെയുള്ളവർ ചോദിക്കും ഇന്നലെ എവിടെയായിരുന്നു, വിളിച്ചിട്ടേ കിട്ടിയിട്ടേ ഇല്ല. ഹരീഷ് പറയും ഇന്നലെ ഫോൺ ഓഫായിരുന്നു, കയ്യിൽ നിന്ന് വീണുപോയി, ഒരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അവരെവിടെയെന്നും ചോദിക്കുമ്പോൾ ഹരീഷ് അതൊന്നും പറയില്ല. ഹരീഷ് പറയും വേഗം ജോലി തീർക്കാൻ നോക്ക്. ഫോൺ ഓണാക്കുമ്പോൾ ചറപറാന്ന് പറഞ്ഞ മെസ്സേജ് വരും. കൂടെയുള്ള ആൾ നോക്കിയിട്ട് പറയും 110 മെസ്സേജോ? വെറുതെ അല്ല നീതു ഇവിടെ വന്നിട്ട് ഇന്നലെ ചീത്ത വിളിച്ച് പോയത്. ഹരീഷ് ചോദിക്കും അവളെന്ത് പറഞ്ഞു? നിങ്ങളൊക്കെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ, എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഹരീഷ് പറയും അവളൊരു സ്വസ്ഥതയും തരുന്നില്ല, അതുകൊണ്ടാ ഇന്നലെ ഞാൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചത്, ഒരു സമാധാനവും തരുന്നില്ല. അവർ ചോദിക്കും ശരിക്കും എന്താ ഉണ്ടായത്? പറയാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞാൽ മതി. ഹരീഷ് സുധീഷിനെ തട്ടിക്കൊണ്ടായ കാര്യങ്ങളൊക്കെ പറയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഒരു ഫോൺ വിളി. ആ സമയത്ത് നീതു അങ്ങോട്ട് വരികയാണ്.
നീതു അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ട് ഒരു മറുപടിയില്ല. അവിടെ ഉള്ളവർ പറയും ഹരീഷേട്ടൻ ഇപ്പോഴാണ് ഫോൺ ഓണാക്കിയത്. നീതുവിൻ്റെ മെസ്സേജ് കണ്ടപ്പോഴേക്കും നീതു ഇങ്ങോട്ട് എത്തി. നീതു ഹരീഷിനെ കുറ്റപ്പെടുത്തി കുറേ സംസാരിക്കുകയാണ്. ഹരീഷാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കൂടെ ഉള്ളവർ ഹരീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും നീതു എന്നതും വിശ്വസിക്കില്ല. അവരാണെങ്കിൽ ഉണ്ടായ സത്യം പറയുന്നുമില്ല. നീതുവിക്കും സീരിയസ് ആവാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ഈ റിലേഷൻ കൊണ്ടു നടക്കുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് പറയും അതേടി എനിക്ക് സീരിയസ് ആവാൻ താല്പര്യമില്ല. മനുഷ്യൻ തീ പിടിച്ചിരിക്കുമ്പോൾ നിൻ്റെ ഒരു ഫോൺ വിളി, എനിക്കതിന് റിപ്ലൈ തരാൻ സൗകര്യമില്ലായിരുന്നു. ഒരു പ്രശ്നത്തിനാണെന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കാനെങ്കിൽ പഠിക്കും.